പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടു കൂടെ. ഈശോയിൽ സ്നേഹമുള്ള സെബാസ്റ്റ്യനച്ച, പ്രിയ സിസ്റ്റേഴ്സ്, പ്രിയ സഹോദരി സഹോദരന്മാർ, പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, നമുക്ക് ഭക്തിയോടെ ബലിയർപ്പിക്കാം. നമ്മുടെ ക്രിസ്മസ് കാലഘട്ടം കഴിഞ്ഞു. നമ്മൾ ആണ്ടുവട്ടത്തിലെ ദിവസങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. സഭയിൽ ആരാധനക്രമത്തിൽ ആണ്ടുവട്ടം ആരംഭിക്കുന്നത് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാൾ ആചരിച്ചുകൊണ്ടാണ്. ഇന്ന് ഈശോയുടെ ജ്ഞാനസ്നാന തിരുനാളാണ്. നമുക്ക് നമ്മുടെ ജ്ഞാനസ്നാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ദൈവത്തിന് നന്ദി പറയാം. സഭയോട് ചേർന്ന് നിൽക്കാനും വിശ്വാസികളായി തുടരാനും ദൈവം നമ്മൾ അനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നമുക്ക് കൂടുതൽ കൃപാവരങ്ങൾ ഈ പരിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ലഭിക്കുവാനായി നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അയോഗ്യതകളും നമുക്ക് ഏറ്റുപറയാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹാമഹിമയ്ക്ക്
അങ്ങേക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയാ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ താതനാം ദൈവത്തിൻ സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നിർമ്മലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാ യേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താനേകന നാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ജോർദാൻ നദിയിൽ ക്രിസ്തു ജ്ഞാനസ്നാനം സ്വീകരിച്ച ശേഷം പരിശുദ്ധാത്മാവ് അവിടുത്തെ മേലിറങ്ങി വന്നപ്പോൾ അങ്ങേ പ്രിയപുത്രനായ അവിടുത്തെ സാഘോഷം അങ്ങ് പ്രഖ്യാപിച്ചുവല്ലോ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും പുതുജന്മം പ്രാപിച്ചങ്ങ് ദത്തുപുത്രർ അങ്ങേ പ്രീതിയിലെന്നും നിലനിൽക്കാൻ അനുഗ്രഹിക്കണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ഒന്നാം വായന ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. അവൻ വിലപിക്കുകയോ സ്വരമുയർത്തുകയോ ഇല്ല.
തെരുവീതിയിൽ ആ സ്വരം കേൾക്കുകയുമില്ല. ചതഞ്ഞ ഞാങ്ങണ അവൻ മുറുക്കുകയില്ല, മങ്ങിയ തിരി കെടുത്തുകയുമില്ല. അവൻ വിശ്വസ്തയോടെ നീതി പുലർത്തും. ഭൂമിയിൽ നീതി സ്ഥാപിക്കുന്നതുവരെ അവൻ പരാജയപ്പെടുകയോ അധീരനാവുകയോ ഇല്ല. തീരദേശങ്ങളും അവൻ്റെ നിയമത്തിനായി കാത്തിരിക്കുന്നു. ഞാനാണ് കർത്താവ്, ഞാൻ നിന്നെ നീതി സ്ഥാപിക്കാൻ വിളിച്ചു. ഞാൻ നിന്നെ കൈക്ക് പിടിച്ച് നടത്തി സംരക്ഷിച്ചു. അന്ധർക്ക് കാഴ്ച നൽകുന്നതിനും തടവുകാരെ കാരാഗൃഹത്തിൽ നിന്നും അന്ധകാരത്തിലിരിക്കുന്നവരെ ഇരുട്ടറയിൽ നിന്നും മോചിപ്പിക്കുന്നതിനും വേണ്ടി ഞാൻ നിന്നെ ജനത്തിന് ഉടമ്പടിയും ജനതകൾക്ക് പ്രകാശവുമായി നൽകിയിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. കർത്താവ് തൻ്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവ് തൻ്റെ ജനത്തെ തന്റെ ജനത്തിൽ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. സ്വർഗവാസികളെ, കർത്താവിനെ സ്തുതിക്കുവിൻ. മഹത്വവും ശക്തിയും അവിടുത്തേതെന്ന് പ്രഘോഷിക്കുവിൻ. കർത്താവിൻ്റെ മഹത്വപൂർണമായ നാമം സ്തുതിക്കുവിൻ. വിശുദ്ധ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവിടുത്തെ ആരാധിക്കുവിൻ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം ജലരാശിക്ക് മീതെ മുഴങ്ങുന്നു. ജലസഞ്ചയങ്ങൾക്ക് മീതെ മഹത്വത്തിൻ്റെ ദൈവം ഇടിനാദം മുഴക്കുന്നു. കർത്താവിൻ്റെ സ്വരം ശക്തി നിറഞ്ഞതാണ്, അവിടുത്തെ ശബ്ദം പ്രതാപമുറ്റതാണ്. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സ്വരം ദേവദാരുക്കളെ തകർക്കുന്നു. കർത്താവ് ലെബനോനിലെ ദേവദാരുക്കളെ ഒടിച്ചു തകർക്കുന്നു. കർത്താവ് ജലസഞ്ചയത്തിന് മേൽ സിംഹാസനസ്ഥനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി സിംഹാസനത്തിൽ വാഴുന്നു. കർത്താവ് തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കട്ടെ. രണ്ടാം വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. ദൈവം യേശുവിനെ പരിശുദ്ധാത്മാവാൽ അഭിഷേകം ചെയ്തു. അക്കാലത്ത് പത്രോസ് പ്രഭാഷണം ആരംഭിച്ചു. സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏതു ജനതയിൽപ്പെട്ടവനായാലും അവിടത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. സമാധാനത്തിൻ്റെ സദ്വാർത്ത സകലത്തിൻ്റെയും കർത്താവായ യേശുക്രിസ്തുവിലൂടെ വിളംബരം ചെയ്തുകൊണ്ട് തൻ്റെ വചനം അവിടുന്ന് ഇസ്രായേൽ മക്കൾക്ക് നൽകി. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം ഗലീലിയയിൽ ആരംഭിച്ച യൂദയ മുഴുവനിലും സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് അറിവുള്ളതാണല്ലോ. നസ്രയനായ യേശുവിനെ പരിശുദ്ധാത്മാവാലും ശക്തിയാലും ദൈവം എങ്ങനെ അഭിഷേകം ചെയ്തുവെന്നും അവൻ എപ്രകാരം നന്മ പ്രവർത്തിച്ചുകൊണ്ടും പിശാചിനാൽ പീഡിപ്പിക്കപ്പെട്ടവരെ സുഖപ്പെടുത്തിക്കൊണ്ടും ചുറ്റി സഞ്ചരിച്ചുവെന്നും നിങ്ങൾക്കറിയാം. ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മേഘത്തിൽ നിന്ന് ഒരു സ്വരം പുറപ്പെട്ടു,
ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന്റെ വാക്ക് ശ്രവിക്കുവിൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പ്രതീക്ഷയോടെ ഇരുന്ന് ജനമെല്ലാം ഇവൻ തന്നെയോ ക്രിസ്തു എന്ന യോഹന്നാനെ പറ്റി ചിന്തിച്ചു തുടങ്ങി. യോഹന്നാൻ അവരോട് പറഞ്ഞു, ഞാൻ ജലം കൊണ്ട് സ്നാനം നൽകുന്നു, എന്നാൽ എന്നേക്കാൾ ശക്തനായ ഒരുവൻ വരുന്നു. അവൻ്റെ ചെരുപ്പിൻ്റെ കെട്ട് അഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. അവൻ പരിശുദ്ധാത്മാവിനാലും അഗ്നിയാലും നിങ്ങൾക്ക് സ്നാനം നൽകും. ജനം സ്നാനം സ്വീകരിച്ചു കൊണ്ടിരിക്കുമ്പോൾ യേശുവും വന്ന് സ്നാനമേറ്റു. അവൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. സ്വർഗത്തിൽ നിന്ന് ഒരു സ്വരവും ഉണ്ടായി, നീ എൻ്റെ പ്രിയപുത്രൻ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കിരിക്കാം. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്ന് കർത്താവിൻ്റെ മാമോദീസ തിരുനാളിൻ്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ്. നമ്മുടെ മാമോദീസയെ ഓർക്കാൻ പറ്റിയ ഒരു സമയമാണ്. നമ്മൾ എന്തുകൊണ്ടാണ് മാമോദീസ സ്വീകരിക്കുന്നത്? നമുക്ക് ജന്മപാപത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ വേണ്ടി കൂടിയാണ്. അത് ആദ്യ മാതാപിതാക്കളുടെ പാപം, അനുസരണക്കേട്, അതിൻ്റെ ഒരു ഫലം നമുക്കുണ്ട്. അത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാമോദീസ സ്വീകരിക്കുന്നത്. മാമോദീസ എന്നാൽ എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജന്മപാപത്തിൽ നിന്നും കർമ്മപാപം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ച് ക്രിസ്ത്യാനികളും ദൈവമക്കളും സ്വർഗരാജ്യത്തിന് അവകാശികളുമാക്കി തീർക്കുന്ന കൂദാശയാണ് ജ്ഞാനസ്നാനം. അപ്പോൾ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. കത്തോലിക്ക മാമോദീസ സ്വീകരിക്കുവാൻ നമുക്ക് സാധിച്ചതിനെ ഓർത്ത്. ഈശോ എന്തുകൊണ്ടാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ഈശോയ്ക്ക് ജ്ഞാനസ്നാനം സ്വീകരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു? യഥാർത്ഥത്തിൽ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. കാരണം യോഹന്നാൻ കൊടുത്തത് അനുതാപത്തിൻ്റെ, പാപമോചനത്തിൻ്റെ ജ്ഞാനസ്നാനമാണ്. പാപമില്ലാത്തവൻ എന്തിനാണ് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്നത്? അത് മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൽ 14-ാമത്തെ വാക്യത്തിൽ സ്നാപക യോഹന്നാൻ അത് പറയുന്നുണ്ട്. ഞാൻ നിന്നിൽ നിന്ന് സ്നാനം സ്വീകരിക്കേണ്ടിയിരിക്കെ നീ എൻ്റെ അടുത്തേക്ക് വരുന്നുവോ എന്ന് ചോദിച്ചുകൊണ്ട് യോഹന്നാൻ അവനെ തടഞ്ഞു. എന്നാൽ യേശു പറഞ്ഞു, ഇപ്പോൾ ഇത് സമ്മതിക്കുക, അങ്ങനെ സർവ്വനീതിയും പൂർത്തിയാക്കുക ഉചിതമാണ്. അവൻ സമ്മതിച്ചു. ഇപ്പോൾ ലൂക്കായുടെ സുവിശേഷമാണ് നമ്മളിന്ന് വായിച്ച് കേട്ടത്. അവിടെ ഈ ഒരു കാര്യം പറയുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചത് അത് ദൈവത്തിൻ്റെ ഒരു ഹിതമാണ്, അനുസരണത്തിൻ്റെ ഭാഗമാണ്. പറുദീസയിൽ അനുസരണക്കേടെന്നൊരു തിന്മ വന്നപ്പോൾ പുതിയ നിയമത്തിൽ പുതിയ ആദം, 2-ാം ആദം എന്ന് പറയപ്പെടുന്ന ഈശോ അനുസരണത്തിൻ്റെ ഭാഗമായി ജ്ഞാനസ്നാനം സ്വീകരിച്ചു. ഇനി രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടായിരിക്കാം ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചത്? ഈശോ മനുഷ്യനായി അവതരിച്ചു. മനുഷ്യരെ പാപത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി മനുഷ്യനെ അവതരിച്ചു. അപ്പോൾ എല്ലാ കാര്യത്തിലും മനുഷ്യനോട് താതാത്മ്യപ്പെടണം. അപ്പോൾ മനുഷ്യരെല്ലാവരും സ്വീകരിക്കേണ്ട അനുതാപത്തിൻ്റെ, പാപമോചനത്തിൻ്റെ ജ്ഞാനസ്നാനം ഈശോയും സ്വീകരിച്ചു. അപ്പം മനുഷ്യരോട് താതാത്മ്യപ്പെടാൻ വേണ്ടി, മനുഷ്യരോട് ഐക്യപ്പെടാൻ വേണ്ടി. അപ്പോൾ ഈശോ പാപിയല്ല, പക്ഷേ ഒരു പാപി സ്വീകരിക്കേണ്ട ഒരു കാര്യം ഈശോ സ്വീകരിച്ചു. അപ്പോൾ ഈശോ പാപിയുടെ ഗണത്തിലേക്ക് ഇറങ്ങി വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മളത് കേൾക്കുന്നുണ്ട്.
യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിൽ ഉണ്ടാകട്ടെ. അത് 8-ാമത്തെ വാക്യത്തിൽ ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു, മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ഇനി കൊറിന്തോസാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എന്തെന്നാൽ അവനിൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവന് ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി. അപ്പോൾ ഒരു പാപമാക്കി എന്ന് പറയുമ്പോൾ അത് ഈശോയുടെ എളിമപ്പെടലാണ്. നശിപ്പിക്കപ്പെടേണ്ട മനുഷ്യനെ പോലെ ഒരു ഗണത്തിലേക്ക് ഈശോ ഇറങ്ങി വന്നു. ഇനി ഈശോ ഇതിലേക്ക് മാമോദീസ സ്വീകരിക്കണമെന്നൊരു കാര്യമുണ്ടല്ലോ, അത് ദൈവഹിതമാണല്ലോ. അപ്പോൾ ഈശോ അത് സ്വീകരിക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു ധ്യാനത്തിൽ വിഷയമായൊരു ചിന്തയാണ്, ഈശോയുടെ കയ്യിൽ നിന്ന് കുറേ കാര്യങ്ങൾ ഇടുന്നുണ്ട്. അതിലൊരു കാര്യമാണ്, ഈശോ പാപികളുടെ കൂടെ പോയി നിലനിന്നു. പാപികളുടെ കൂടെ പോയി നിലനിൽക്കേണ്ട കാര്യമില്ല. മാമോദീസ സ്വീകരിച്ചാൽ മതി, പക്ഷേ കുറച്ചുകൂടി ഇനീഷ്യേറ്റീവ് ഈശോ എടുക്കുകയാണ്. ഈശോ പാപികളുടെ കൂടെ പോയി നിലനിന്ന് അവരുടെ കൂടെ നിന്ന് മാമോദീസ സ്വീകരിച്ചു. അപ്പോൾ അത് ഇങ്ങനെ ഈശോയുടെ കയ്യിൽ നിന്ന്, ഈശോയ്ക്ക് വേണമെങ്കിൽ ആ സ്നാപയോഹന്നാൻ പറയുകയാണ്, നിന്നിൽ നിന്ന് ഞാൻ സ്വീകരിക്കേണ്ടത് നീ എൻ്റെ അടുത്ത് വരുന്നുവോ? ഓക്കെ, അങ്ങനെയാണല്ലേ, ഓക്കെ ശരി, എങ്കിൽ വേണ്ട, അത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് കളയാം, ദൈവപുത്രനല്ലേ, സ്കിപ്പ് ചെയ്ത് കളയാം. പക്ഷേ അവിടെയൊക്കെ ഈശോ തൻ്റെ ഇനീഷ്യേറ്റീവ് കുറേ കൂടി ദൈവപിതാവിന് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഇഷ്ടം, ഇത് സർവ്വനീതിയും പൂർത്തിയാക്കുക, അത് ദൈവഹിതമാണ് എന്ന് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാനായിട്ടുള്ള ഈശോയുടെ ഒരു ശ്രമമുണ്ട്. പാപികളുടെ കൂടെ പോയി നിലനിന്നത് അത് ഈശോയുടെ കയ്യിലെ ഒരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ അത്രയും ഇനീഷ്യേറ്റീവൊക്കെ എടുക്കുമ്പോഴും സ്വർഗത്തിൽ നിന്ന് വലിയൊരു കൺസിഡറേഷൻ, അപ്രീസിയേഷൻ ഉണ്ടായി. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ഞാൻ സംപ്രീതനായിരിക്കുന്നു. ബെസ്റ്റ് കണ്ണ മകനെ, നീയാടാ മകൻ എന്ന് പറയുന്ന ഒരു, നീ അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് ദൈവപിതാവ് സ്വർഗത്തിൽ നിന്ന് പറയുന്ന പോലെ ഒരു അപ്രീസിയേഷൻ. ഇത് ഒന്ന് ഓർത്ത് നോക്കിയേ, അവരങ്ങോട്ടും ഇങ്ങോട്ടും അത് കൊടുക്കുന്നുണ്ട്. പിതാവായ ദൈവം ഈ പരിഗണന കൊടുക്കുന്നുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ പ്രോജക്റ്റ് അല്ലേ ഈശോയുടെ കുരിശുമരണം. ഈശോ അതിന് സമ്മതിച്ചു, ഞാൻ പാപികൾക്ക് വേണ്ടി മരിക്കാൻ പോകാം. അങ്ങനെ ഒരു വലിയ കാര്യം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്ത് വയ്ക്കുന്ന ഭംഗിയാക്കേണ്ട കാര്യങ്ങളാണ് ഈശോ ചെയ്യുന്നത്. പാപികളുടെ കൂടെ നിലനിന്നു, കുറച്ചുകൂടി ഭംഗിയായിട്ടത് ചെയ്യുക. വേണോ വേണ്ടേ എന്ന് കരുതി അല്ല ഈശോ ചെയ്യുന്നത്. ഈശോ കുറച്ചുകൂടി അത് ഭംഗിയാക്കി തൻ്റെ ഭാഗത്തുനിന്ന് ഇനീഷ്യേറ്റീവൊക്കെ എടുത്ത് അത് വളരെ ഭംഗിയായിട്ടാണ് ഈശോ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര ഭംഗിയായിട്ട് ചെയ്യുമ്പോഴും ഈശോയ്ക്ക് തീർച്ചയായിട്ടും ഈ അപ്രീസിയേഷൻ കിട്ടും. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ, നമുക്ക് അനുദിന ജീവിതത്തിൽ നമുക്ക് സ്വീകരിക്കാവുന്നൊരു സന്ദേശം, നമുക്ക് ഒന്ന് സപ്പോർട്ട് കൊടുത്താൽ രക്ഷപ്പെട്ടു പോരാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഒരു മകൻ 10ാം ക്ലാസ്സിൽ ഒരു പരീക്ഷയ്ക്ക് തോറ്റുപോയി. അപ്പോൾ അവന് വീട്ടിൽ പോകാൻ പേടിയായി. അവൻ്റെ വീട് കടൽ തീരത്താണ്. അവൻ കടൽ തീരത്ത് കുറേ നേരം പോയി നിന്നു. നിരാശ കൊണ്ട് അങ്ങനെ നിന്നു. പിന്നെ എങ്ങനെയോ അതിൽ നിന്ന് പിന്തിരിഞ്ഞവൻ വീട്ടിലേക്ക് വന്നു. വീട്ടിലാരും ചോദിച്ചില്ല, പരീക്ഷയെക്കുറിച്ച് ആരും ചോദിച്ചില്ല. പിന്നീട് അവർ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ആരും കുറ്റപ്പെടുത്തിയില്ല. 1 മാസം കൊണ്ട് അവൻ അത് ഇൻറ്റൻസീവായിട്ട് പഠിച്ച് എഴുതി അവൻ പാസ്സായി. നമുക്ക് ഒന്ന് താങ്ങിക്കൊടുക്കാമായിരുന്നെങ്കിൽ, യഥാർത്ഥത്തിൽ ഏത് ഫ്രണ്ട്ഷിപ്പിൻ്റെയും മാരീഡ് ലൈഫിൻ്റെയും പ്രധാനപ്പെട്ടൊരു ക്രൈറ്റീരിയ സൗന്ദര്യമോ ഗുണഗണങ്ങളോ അല്ലെങ്കിൽ ക്വാളിഫിക്കേഷനോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ കുടുംബജീവിതത്തെ നയിക്കേണ്ടത്. കൺസിഡറേഷൻ ആൻഡ് അണ്ടർസ്റ്റാൻഡിങ്, പരിഗണനയും മനസ്സിലാക്കലും. വേറെ എന്തൊക്കെ ഉണ്ടായാലും ഇതൊന്നുമില്ലെങ്കിൽ മുന്നോട്ട് പോകില്ല. ഏത് ഫ്രണ്ട്ഷിപ്പായാലും ഏത് കുടുംബജീവിതമായാലും. അപ്പോൾ കുടുംബജീവിതത്തിൽ ഇത് വേണം, പരിഗണന വേണം. നമ്മൾ ആളുകളുടെ മുമ്പിലൊക്കെ വെച്ച് ഭാര്യയെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ മകനെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട്, ഭർത്താവിനെ ഇൻസൾട്ട് ചെയ്യുന്നവരുണ്ട്. ചിലപ്പോൾ ഇൻസൾട്ട് ചെയ്യുമ്പോൾ ഒന്ന് താഴേക്ക് പോകാം, മനസ്സിടിഞ്ഞു പോകാം. നമ്മൾ തരം താഴ്ത്തി സംസാരിച്ചതിൻ്റെ പേരിൽ ജീവിതം തകർന്നു പോയ കുറേ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും നമ്മുടെ മുന്നിൽ. ഒരു താങ്ങ് കൊടുത്തിരുന്നെങ്കിൽ കയറിപ്പോരുമായിരുന്നു. അപ്പോൾ ഒരു സപ്പോർട്ട്, ചിലപ്പോൾ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആളുകളുടെ മുമ്പിൽ പറയാതെ, അവൻ്റെ കുറവുകൾ പറയാതെ ഗുണങ്ങളൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു പോരുമായിരുന്നു. അപ്പോൾ നമ്മളുടെയും ജീവിതം നോക്കിയാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ
ഞാൻ കുറേ കൂടി ചിലപ്പോൾ എത്രയോ വർഷങ്ങൾ വെറുതെ പോയിട്ടുണ്ട്. നമുക്ക് അപ്പോൾ നമ്മളങ്ങനെ സപ്പോർട്ട് ലഭിക്കണമെങ്കിൽ സപ്പോർട്ട് ലഭിക്കേണ്ട ചില ക്വാളിഫിക്കേഷൻസും നമ്മൾ കാണിക്കണ്ടേ. നേരാവണ്ണം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് അപ്രീസിയേഷൻ ലഭിക്കുമല്ലോ. നമുക്ക് നല്ലതായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നന്നായിട്ട് പഠിക്കുക, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുക, ഇല്ലേ? ഇപ്പോൾ ഈ കുടുംബജീവിതത്തിൽ മുതിർന്നവർ പോലും ചിലപ്പോൾ ഈ ദേവാലയത്തിൽ, ഈ വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തിൽ വരുമ്പോൾ നിങ്ങളിവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുന്നത് ഈ ദേവാലയത്തെ എത്രയോ താങ്ങി നിർത്തുന്നുണ്ടെന്നറിയാവോ? അത് നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. അത് നിങ്ങളുടെ കോൺട്രിബ്യൂഷനാണ്. ഇത്രയും വലിയ തീർത്ഥാടന കേന്ദ്രം ഇവരിവിടെ നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമുക്ക് ചെയ്യാവുന്നത് എന്താ? ഇപ്പോൾ ഒരു മലയാളി ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ എനിക്ക് പറ്റാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്ക് എന്താ പറ്റുന്നത്? ഇവിടെ വന്നിട്ട് നമ്മൾ മറ്റു ഈ തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ അഭിഷേകം നഷ്ടപ്പെടുത്തുന്ന എന്തെങ്കിലും മോശമായ പ്രവൃത്തികൾ ചെയ്താലോ? അപ്പോൾ അപ്രീസിയേഷൻ കിട്ടുമോ? മാതാവിൻ്റെ അപ്രീസിയേഷൻ കിട്ടുമോ? ഈശോയുടെ അപ്രീസിയേഷൻ കിട്ടുമോ? ഈശോയ്ക്ക് ആ ക്വാളിറ്റി ഉണ്ട്. അവർ അവസാനം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 21-ാം അധ്യായത്തിൽ അവരെല്ലാം വലയൊക്കെ എടുത്തിട്ട് അവർ പണിക്ക് പോയി. ഇനിയൊന്നും ഈശോയെ നോക്കിയിരുന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവർ മീൻ പിടിക്കാൻ പോയി. മീൻ പിടിച്ചിട്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ അവരങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഈശോ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. കുഞ്ഞുങ്ങളെ, യോഹന്നാൻ 21:5, കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? ഇത് നിങ്ങൾ എന്നെ ഇട്ടിട്ട് പോയത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തതല്ലേ, എന്തിനാണ് ഇട്ടിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞ് അവിടെ കുറ്റപ്പെടുത്തുകയോ ഒന്നുമില്ല. അപ്പോൾ ഈശോയുടെ ഒരു ക്വാളിറ്റി കൂടിയാണത്. അപ്പോൾ ദൈവം അങ്ങനെ നമ്മളെ സഹായിക്കാൻ തയ്യാറാണ്, ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്, കൂടെ നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ എന്നിട്ടും നമ്മളൊന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ലെങ്കിലോ? എന്തെങ്കിലുമൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യും. ഞാൻ പറയുന്നത് പൈസ കൊടുക്കുന്നതിനെ കുറിച്ചല്ല. നമ്മുടെ മനസ്സ്, നമ്മുടെ ഇഷ്ടം, നമ്മുടെ ഒരു സ്നേഹം. ഇതൊരു തീർത്ഥാടന കേന്ദ്രമല്ല, ഇവിടെ വന്ന് മദ്യപിക്കുകയൊന്നും ചെയ്യരുത്, ഇല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ദേവാലയത്തോട് എന്തെങ്കിലും ചേർത്ത് വെക്കുന്നതിന് പകരം നമ്മൾ ആയിട്ട് എന്തെങ്കിലും ഒരു കുറവുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഈശോ ചെയ്തത് എന്താ? ഈശോയ്ക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ഈശോ ചേർത്ത് വെച്ചു. അപ്പോൾ ഈശോയ്ക്ക് നല്ലൊരു പരിഗണന കിട്ടി. പരിഗണന നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പരിഗണനയും അണ്ടർസ്റ്റാൻഡിങ്ങും കിട്ടത്തക്ക വിധത്തിലുള്ള ക്വാളിറ്റികൾ നമ്മുടെ ജീവിതത്തിൽ നിന്നുണ്ടാകട്ടെ. നമുക്ക് ഈ മാമോദീസ തിരുനാളിൽ നമുക്ക് പ്രത്യേകം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വർഗത്തിൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യമദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിനുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് മൂന്നാം ദിവസം ഉയർത്തുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു.
പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, പിതാവായ ദൈവത്തോട് ഭക്തിവിശ്വാസ പ്രത്യാശയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, കത്തോലിക്ക സഭയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ പിതാവേ, ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെയും സഭയിലെല്ലാ കർദിനാളന്മാരെയും മെത്രാന്മാരെയും വൈദികരെയും സന്യസ്തരെയും സഭയിലെ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കാരുണ്യവാനായ കർത്താവേ, വിശുദ്ധ തീർത്ഥാടന കേന്ദ്രത്തെയും ഇവിടെയുള്ള എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ദൈവാനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. പിതാവേ, ഇവിടെ വന്നിരിക്കുന്ന സകലവിധ സങ്കടങ്ങളാൽ വന്നു ചേർന്നിരിക്കുന്ന എല്ലാ മക്കളെയും പല ദേശങ്ങളിൽ നിന്ന് പല സമുദായങ്ങളിൽ നിന്നൊക്കെ വന്നിട്ടുള്ള എല്ലാവരെയും അങ്ങ് വേണ്ട വിധം അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മൗനമായി നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകൾ സമർപ്പിക്കാം. സ്നേഹപിതാവായ ദൈവമേ, പാപികളും ബലഹീനരുമായ ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഞങ്ങളോട് കരുണ കാണിക്കണമേ. വേനലിലും മഴയെന്ന പോലെ ഈ പരിശുദ്ധ കുർബാന സമയത്ത് അങ്ങയുടെ കരുണ ഞങ്ങളുടെ മേൽ വർഷിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കാഴ്ചയായി ഞങ്ങളെയും സ്വീകരിക്കണമേ. കാഴ്ചയായി ഞങ്ങളെയും സ്വീകരിക്കണമേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പ്രിയപുത്രന്റെ ഈ വെളിപ്പെടുത്തലിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിക്കണമേ. അങ്ങനെ അങ്ങ് വിശ്വാസികളുടെ ബലിവസ്തു ലോകത്തിന്റെ പാപങ്ങൾ കരുണാപൂർവം കഴുകിക്കളയാൻ തിരുവുള്ളമായ അവിടുത്തെ ബലിയായി പരിണമിക്കുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്കു ഞങ്ങൾ ഉയർത്തിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അങ്ങ് ജോർദാനിൽ വെച്ച് അത്ഭുതകരമായ രഹസ്യങ്ങളാൽ ഒരു നവസ്നാനം കാണിച്ചു തന്നു. അങ്ങനെ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ശബ്ദത്തിലൂടെ അങ്ങ് വചനം മനുഷ്യരുടെ ഇടയിൽ വസിക്കുന്നുവെന്ന് വിശ്വസിക്കപ്പെടാനിടയാക്കി. മാത്രമല്ല, പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന ആത്മാവിലൂടെ അങ്ങദാസനായ ക്രിസ്തു ആനന്ദ തൈലത്താൽ അഭിഷേകം ചെയ്യപ്പെട്ടുവെന്നും ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കാൻ അയക്കപ്പെട്ടുവെന്നും അറിയപ്പെടാൻ ഇടയാക്കുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും
വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ണലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെ ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്ക് ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങളേറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്നങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ സഹായരാജ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. കർത്താവേ, ഉയർപ്പിനെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതനായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ചും ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങ് സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങ് തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ
ശാന്തി നൽകണമേ, ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.